നമസ്കാരം ഷാൻ, ഞാൻ ഡയറക്ടർ സിദ്ദിഖ്, ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ. സിനിമയിൽ ഗോഡ് ഫാദർ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ട്രൂ ഓർ ഫാൾസ്? അത് ഫാൾസ് ആണ്. ഗോഡ് ഫാദർ ഉള്ളത് നല്ലത് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് അഡ്വൈസ് ചോദിക്കാനും നമ്മളെ പല കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ സാധിക്കും. നടൻ സിദ്ദിഖിന്റെ പേരിൽ സംവിധായകൻ സിദ്ദിഖിന് ഫോൺ കോളുകൾ കിട്ടാറുണ്ട്. ട്രൂ ഓർ ഫാൾസ്? തീർച്ചയായിട്ടും. ചിലർ പറയും നിങ്ങൾ സിദ്ദിഖല്ലല്ലോ എന്ന് പറയും. ഞാൻ സിദ്ദിഖാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ വരട്ടെ, നിങ്ങൾ ഏത് സിദ്ദിഖിനെയാണ് വിളിച്ചത്, ആ സിദ്ദിഖ് അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ഞാൻ ലാലിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ട്രൂ ഓർ ഫാൾസ്? മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. സർ ഒറ്റയ്ക്ക് ചെയ്ത കുറെ സിനിമകളുണ്ടല്ലോ, ഒരു പക്ഷേ കൂട്ടുകാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ ഈ സിനിമ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമായിരുന്നു? അങ്ങനെ പറയില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ തീരുമാനിക്കുന്ന പല കാര്യങ്ങളും ഇതേ സിനിമകൾ ഇതേപോലെ തന്നെ ഇറങ്ങുമായിരുന്നു. അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരില്ലായിരുന്നു. ഉണ്ടാവില്ല. ആശയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോ ലാലിന്റെ ആശയങ്ങളുടെ മാറ്റങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞങ്ങൾ ഏതാണ്ട് സമാന ചിന്താഗതിക്കാരായിരുന്നു. ലാൽ വന്നിരുന്നുവെങ്കിൽ എന്റെ സിനിമകൾ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. ട്രൂ ഓർ ഫാൾസ്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവുകയുള്ളായിരുന്നു. മലയാളിയെ ചിരിപ്പിക്കാൻ എളുപ്പമല്ല. ട്രൂ ഓർ ഫാൾസ്? ഒരിക്കലും എളുപ്പമല്ല, വളരെ പാടാണ് മലയാളിയെ ചിരിപ്പിക്കാൻ. സിദ്ദിഖിന് മലയാളിയുടെ മർമ്മം എന്താണ്? പറയും. മലയാളിയുടെ മർമ്മം ഹിപ്പോക്രസിയാണ്. മലയാളി ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വീഴ്ചയിലാണ്. അത് നല്ലതാണോ? നല്ലതല്ല. പക്ഷെ ഹ്യൂമറിന്റെ അല്ലെങ്കിൽ ഹാസ്യത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഒരു മനുഷ്യന്റെ വീഴ്ച മറ്റുള്ളവരിൽ ചിരി ഉണ്ടാക്കും. ഹ്യൂമറിന്റെ ഒരു ഗ്രാമറിൽ പെട്ടതാണ്. അതാണ് മലയാളി ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. വളരെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്ന ഒരാൾ പെട്ടെന്ന് കാലിടറി വീണാൽ അത് നമ്മുടെ പിതാവാണെങ്കിൽ പോലും നമ്മൾ ചിരിച്ചു പോകും. പക്ഷെ മലയാളിയാണ് അത് ഏറ്റവും കൂടുതൽ ചിരിക്കുക. ഒരു തമിഴ്നാടുകാരന്റെ മർമ്മം എന്താ? ഡബിൾ മീനിങ്. അവർക്ക് കുറച്ചും കൂടി സെക്സ് മിക്സ് ചെയ്താൽ കുറേയും കൂടി അവർ എൻജോയ് ചെയ്യും. അവിടുത്തെ സ്ത്രീകൾ പോലും, അത് കേരളത്തിന് പുറത്തുള്ള എല്ലാ ഹ്യൂമറും അങ്ങനെ തന്നെയാണ്. കുറച്ച് സെക്സ് അല്ലെങ്കിൽ കുറച്ച് എരിവുള്ള തമാശകളാണ് മലയാളി ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ ആസ്വദിക്കും. മലയാളിക്ക് കുറച്ച് അശ്ലീലമുള്ള അല്ലെങ്കിൽ കുറച്ച് തമാശകൾ ആസ്വദിക്കുന്ന കാര്യത്തിൽ മലയാളിക്ക് ഇഷ്ടമല്ല. അതിപ്പോ മാറിയെന്ന് തോന്നുന്നില്ല ട്രെൻഡ്? അത് മടുപ്പ് കൊണ്ടാണ്. ഈ തരം ക്ലീൻ തമാശകൾ കേട്ട് പെട്ടെന്ന് ഒരു തെറി തമാശകൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ ബേസിക് ആയിട്ട് മലയാളിക്ക് തെറി തമാശകളോട് വിമുഖത തന്നെയാണ് എല്ലാ കാലത്തും. Well, that's director Siddiq with me on 10 കണക്കിന് ഫൺ. 10 കണക്കിന് ഫണ്ടിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് എന്റെ അടുത്ത്. റെഡി സർ? റെഡി. മറ്റെല്ലാരും പറയുന്ന പോലെ അവതാർ സത്യത്തിൽ വിയറ്റ്നാം കോളനി തന്നെയാണ്. സാമ്യമുണ്ട് എന്നതുള്ളതൊഴിച്ചാൽ അത് ഒരിക്കലും വിയറ്റ്നാം കോളനി കണ്ടിട്ടുണ്ടാക്കിയതൊന്നും അല്ല. ഒരേപോലെ ചിന്തിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഒരുപാട് പേര് ഒരേപോലെ ചിന്തിക്കുന്നുണ്ട്. അത് ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സംവിധായകൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട്, ആ സിനിമ നമുക്ക് ഇവിടെ വന്നതുകൊണ്ടും, ഏതാണ്ട് അതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചതും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് നോട്ട് ഒന്ന് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരേപോലെ ഒരേ സമയത്ത് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. ഇത് അറിയുമ്പോഴാണ് നമുക്ക് ഈ വിസ്മയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സൂപ്പർ. മൊബൈൽ ഫോൺ എന്നൊരു യന്ത്രം കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബോഡി ഗാർഡ് ഉണ്ടാവില്ലായിരുന്നു. ബോഡി ഗാർഡ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം ഉണ്ടാവില്ലായിരുന്നു. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ്. കാരണം എല്ലാം നമ്മൾ ഓരോ സാധ്യതകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എപ്പോഴും കയ്യിൽ കൊണ്ടു കിടക്കാവുന്ന ഒരു ഫോൺ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ബോഡി ഗാർഡിന്റെ കഥ ചിന്തിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയും ഉണ്ടാവില്ലായിരുന്നു ഒരു പക്ഷേ. ഇന്റലിജന്റ് ആൻസേഴ്സ്. ഐ ലവ്ഡ് ഇറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ. എന്റെ അടുത്ത സിനിമയ്ക്കെങ്കിലും ഞാൻ മലയാളം തലക്കെട്ടേ ഇടൂ. അങ്ങനെ ഒരു വാശിയൊന്നും എനിക്കില്ല. ഇംഗ്ലീഷ് ടൈറ്റിലുകൾ എന്റെ ഒരു ഐഡന്റിറ്റി എന്നുള്ള നിലയിലാണ് എന്റെ സിനിമയുടെ. അങ്ങനെ ഒരു ഐഡന്റിറ്റിയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് മറ്റു സിനിമകളുടെ പേരുകളുടെ കൂട്ടത്തിൽ എന്റെ സിനിമകളുടെ പേരുകൾ മുങ്ങിപ്പോകാത്തത്. 14 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമ പ്രേക്ഷകനോട് എന്റെ സിനിമകളുടെ പേര് പറയാൻ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കും. ഒരു 10 പേരെങ്കിലും പെട്ടെന്ന് പറയും. അത് തന്നെയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. ശ്രദ്ധിക്കപ്പെടുക. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല, ആദ്യം പറഞ്ഞതാണ്, എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറുപ്പം മുതലേ ശ്രമിച്ചത്. എന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം. അതേ തത്വം തന്നെയാണ് ഇവിടെ. എന്റെ സിനിമയെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും എന്റെ സിനിമയെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് പേരുകൊണ്ട് തന്നെ എന്റെ സിനിമയെ തിരിച്ചറിയണം എന്നുള്ള ഒരു തീരുമാനം, ആ ഒരു സ്വാർത്ഥതയാണ് ഇംഗ്ലീഷ് പേരുകൾ തന്നെ ഫോളോ ചെയ്യുന്നത്. ഇത് ഡയറക്ടർ സിദ്ദിഖ് with me on Club FM സ്റ്റാർ ജാം. 10 കണക്കിന് ഫൺ. യു ആർ ആൻഡ് ആർഎസ് എന്നുള്ള റൗണ്ടിലേക്ക് പോകാൻ സാർ. ഇനി ഡയറക്ടർ സിദ്ദിഖിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. റെഡി.
മദ്യപാനിയായ ഒരു നായകന്റെ സിനിമയാണ് സർ എടുത്തത്. അതെ, ഒരുപാട് സംവിധായകർ ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്നിട്ട് സെൻസർ ബോർഡിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. മദ്യക്കുപ്പി കാണിക്കുമ്പോൾ അടിയിൽ എഴുതി കാണിക്കണം എന്നാ പറയണേ. സെൻസർ ബോർഡിനെ ചീത്ത പറയാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡയറക്ടർ സിദ്ദിഖിന്? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് വേദന തോന്നും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കട്ട് പറയാം. വളരെ ക്ലീൻ സിനിമ എടുക്കുന്നയാളാണ് ഞാൻ. ഒരിക്കൽ പോലും ഒരു വൾഗർ ഡയലോഗുകളോ അല്ലെങ്കിൽ ഒരു വൾഗർ സീൻസോ എന്റെ സിനിമയിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഈ സിനിമയിൽ മാത്രമാണ് ഒരു കട്ടുമില്ലാത്ത ഒരു സിനിമ വന്നത്. എനിക്ക് തോന്നുന്നു ബോഡി ഗാർഡിലും ക്ലീൻ ആയിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സെൻസറിൽ വലിയ പ്രോബ്ലം ഇല്ലാത്തത്. കേരള സെൻസർ ബോർഡ് വന്നതിന് ശേഷം. അതേസമയത്ത് തമിഴ്നാട്ടിലായിരുന്നു സെൻസർ ബോർഡ് ഉള്ളപ്പോഴൊക്കെ വലിയ കട്ടുകളാണ്. അതായത് എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ തമാശ തിരിച്ചു പിടിച്ചത്. റാംജി റാവുവില് വണ്ടിയുടെ അടിയിൽ നോക്കിയിട്ട് നീ എന്താണോ നോക്കുന്നത്, ആണാണോ പെണ്ണാണോ എന്ന് ബസ്സിനെ നോക്കിയിട്ട് ഇന്നസെന്റ് ഏട്ടൻ വണ്ടി റിപ്പയർ ചെയ്യാൻ വരുന്നയാള് വണ്ടിക്കടിയിൽ നോക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് നീ എന്താടാ ഈ നോക്കുന്നത്, കുഞ്ഞു നോക്കുന്നത്, വണ്ടി ആണാണോ പെണ്ണാണോ? ഒളിഞ്ഞു നോക്കണേ, ആണാണോ പെണ്ണാണോ അറിയാനാ? സാറേ ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോകണം? ഇത് കട്ട് ചെയ്യണമെന്ന് ഒരു സെൻസർ ബോർഡ് അംഗം മദ്രാസിലുള്ള ഒരു മലയാളി സ്ത്രീ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു മനുഷ്യരെ നോക്കിയിട്ടല്ല, ഒരു മൃഗത്തിനെ നോക്കിയിട്ടല്ല, ഒരു വണ്ടിയെ നോക്കിയിട്ട് അയാൾ കാണിച്ചപ്പോൾ ഇയാൾ സർക്കാസ്റ്റിക് ആയിട്ട് ചോദിക്കുന്നതാണ് ഇയാളുടെ സ്വഭാവം അതാണ് സർ എന്ന്. എനിക്ക് മണിക്കൂറുകളോളം ആർഗ്യൂ ചെയ്തതിന് ശേഷമാണ് സെൻസർ ഓഫീസർ അതെനിക്ക് വിട്ടുതന്നത്. അങ്ങനെ വിട്ടുതരും നമ്മുടെ ആർഗ്യുമെന്റ്. ഞാൻ പറഞ്ഞു ഇയാൾ ആദ്യം മുതൽ അങ്ങനെയാണ്, ഇയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, എല്ലാത്തിനും ഇയാൾ സർക്കാസ്റ്റിക് ആയിട്ട് പ്രതികരിക്കുന്ന ആളാണ്, ഇയാളൊരു ക്യാരക്ടറൈസേഷനാണ്, അതല്ലാതെ ഒരു വൾഗാരിറ്റി അതിനകത്തില്ല. എന്താ വൾഗാരിറ്റി? അപ്പൊ ആ സ്ത്രീ കിടന്ന് രോഷം കൊള്ളുകയാണ്, അത് തെറി തന്നെയാണ്. വെറും ഒരു ബസ്സിനെ നോക്കിയിട്ട് ഇത് പറയുമ്പോൾ അതെങ്ങനെയാണ് വൾഗാരി? ഈ സമയത്ത് എനിക്ക് ദേഷ്യം. അതേസമയത്ത് അത്തരം ഒരു അനുഭവം കേരളത്തിലേക്ക് സെൻസർ ബോർഡ് വന്നതിന് ശേഷം ഇല്ല. അന്ന് ഒരു വണ്ടിയെ നോക്കി പറഞ്ഞതിന് സീൻ കട്ട് ചെയ്യാൻ പറഞ്ഞ സെൻസർ ബോർഡ് ഇന്ന് പച്ചയ്ക്ക് പറയുന്ന പലതും അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തോന്നാറുണ്ട്. ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് തോന്നാറുണ്ട്. അപ്പൊ കാലത്തിന്റെ മാറ്റമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യു ആർ എ ക്ലീൻ ഡയറക്ടർ, ക്ലീൻ തമാശകൾ, ക്ലീൻ ലാംഗ്വേജ്, സഭ്യത കലക്കി കുടിച്ചൊരു ഡയറക്ടറാണ് അങ്ങ്. അങ്ങേക്ക് എന്താ തോന്നുന്നത് ഇന്നത്തെ സിനിമയിലെ പല ലാംഗ്വേജും കേൾക്കുമ്പോൾ? എനിക്കത് ആസ്വദിക്കാനും സാധിക്കാറില്ല. അങ്ങനത്തെ ഒരു ഡയലോഗുകളോ സീൻസോ എന്റെ സിനിമയിൽ ഞാൻ ഉൾപ്പെടുത്തുകയുമില്ല. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ മാറ്റിവെച്ചിരുന്ന പല വാക്കുകളും, നമ്മൾ തെറി എന്ന് പറയുന്ന, അശ്ലീലം എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയിൽ പറയരുതെന്ന് പറയുന്നത് പതുക്കെ ഇടുമ്പോൾ അതൊരു ഫ്രഷ്നെസ് ആയിട്ട് പ്രേക്ഷകന് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സിനിമയിലും പച്ചയ്ക്ക് ഓരോ പുതിയ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൽ തെറ്റുണ്ടോ? അത് പ്രേക്ഷകൻ അംഗീകരിക്കുകയാണെങ്കിൽ, സൊസൈറ്റി അംഗീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ തെറ്റ്? എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ എന്റെ ശരിയും തെറ്റിനും പ്രസക്തിയില്ലല്ലോ. That was You Are Under Arrest, ടൺ കണക്കിന് ഫൺ. ഞാനാണ് ഈ ഷോയുടെ ബോഡി ഗാർഡ്. എന്റെ പേര് ഷാൻ ആൻഡ് സാർ ഞാൻ അറസ്റ്റ് ചെയ്യാണ്. ഓക്കെ. കാവ്യ മാധവൻ എന്ന നടിയുടെ ഒരു ഇന്റർവ്യൂല് വായിക്കുകയുണ്ടായി. അവർക്ക് ധൈര്യം കൊടുത്തത്, ഈ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സിദ്ദിഖിന്റെ വാക്കുകളാണ്. സിദ്ദിഖ് എന്ന ഡയറക്ടറാണ് കാവ്യ മാധവൻ റിട്ടേൺസിന് കാരണം. Is that true? അതങ്ങനെ കാവ്യ പറയുന്നുണ്ടെങ്കിൽ അത് കാവ്യയുടെ വലിയ മനസ്സാണ്. ഞാൻ കാവ്യ വിവാഹ മോചനത്തിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് കണ്ടത്. വിവാഹത്തിന് മുൻപും കാവ്യ എന്റെ കൂടെ അഭിനയിച്ചതാണ് സാധു മിരണ്ടാൽ എന്ന സിനിമയിൽ. ആ സിനിമയിലും ഞാൻ പറഞ്ഞിരുന്നു പല കാര്യങ്ങളും. അപ്പോൾ സൂക്ഷിക്കണം കാവ്യ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ ആ സാഹചര്യങ്ങളനുസരിച്ച് അങ്ങനെ അന്ന് കല്യാണം അങ്ങനെ നടന്നു പോവുകയും പിന്നീട് ആ കല്യാണത്തിൽ നിന്ന് തിരിച്ച് വരികയും ചെയ്തപ്പോൾ കാവ്യ എന്നോട് കണ്ണ് നിറഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. ഞാനത് പറഞ്ഞത് അതുപോലെ സംഭവിക്കാനല്ല ഞാൻ പറഞ്ഞു, കാവ്യ ഞാനത് സംഭവിക്കുമെന്നല്ല പറഞ്ഞത്, അത് സംഭവിക്കാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചത് നമ്മുടെ ആരുടെയും തെറ്റല്ല കാവ്യ, അത് വിധിയാണ്, നിയോഗമാണ്. ചേരാത്ത രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ചേരില്ല എന്ന് പറയുന്നിടത്ത് ജീവിതകാലം നിന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലത് കാവ്യയുടെ ഈ തീരുമാനം തന്നെയാണ്. ആളുകൾ എന്ത് പറഞ്ഞാലും ജീവിതം കാവ്യയുടേതാണ്. ആളുകൾ ഇന്നോ നാളെയോ അത് മറക്കും. ആയുഷ്കാലം മുഴുവനും ജീവിക്കേണ്ടത് കാവ്യയാണ്. കാവ്യ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആക്ടിങ്ങിലേക്ക് തിരിച്ചു വരൂ. കാവ്യ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ് അല്ലേ. ഇതെല്ലാം സംഭവിച്ചതൊക്കെ നല്ലതിനാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കാവ്യയുടെ ജീവിതത്തിൽ ഒരു വലിയ പവർ ആകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. എൻ്റെ ഒരു കുഞ്ഞ് സഹോദരിയോട് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞതാണ്. അതിന് ഒരു ഫലമുണ്ടായി എന്ന് കാവ്യ തന്നെ പറയുമ്പോൾ ഐ എം സോ ഹാപ്പി. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ സാർ, ഈ കാര്യത്തില് യു ആർ എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. എപ്പോഴെങ്കിലും സിദ്ദിഖ് എന്ന ഡയറക്ടർ ഈ ജെന്റിൽനെസ് കളഞ്ഞിട്ടുണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ കളഞ്ഞിട്ടുണ്ട്. വലിച്ചു കീറിയിട്ടുണ്ടോ ഈ കാപട്യമുള്ള ജെന്റിൽ മുഖംമൂടി? എനിക്കറിയാലോ, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അതൊന്നും ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കരുത് എന്ന് ഞാൻ പലപ്പോഴും ഉറപ്പിച്ചിട്ട് പിന്നെ ഞാനത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനുഷ്യരാണ്, നമുക്ക് പലപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നിടത്തല്ല കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്.
അപ്പോൾ ചില മിസ്റ്റേക്കുകൾ നമുക്ക് വരും. ആ മിസ്റ്റേക്കുകൾ ഇല്ലാത്തവർ മനുഷ്യരല്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളായി പോകും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും വീണ്ടും ആ മിസ്റ്റേക്ക് ചെയ്യുന്നിടത്താണ് ജെന്റിൽ അല്ലാതാകുന്നത്. That was You Are Under Arrest. Thank you so much for some of the great answers. Thank you so much, Shan. Ton കണക്കിന് Fun. ഇന്ത്യൻ സിനിമയുടെ ഫ്രണ്ട് ലൈൻ ഡയറക്ടേഴ്സിൽ ഒരാൾ ഇന്ന് സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഹോട്ട് സീറ്റ് ഷെയർ ചെയ്തു. ഐ എം സോ ഹാപ്പി. എന്റെ കൂടെ ഇന്നുണ്ട് ഡയറക്ടർ സിദ്ദിഖ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഷാൻ. ടെൽ മീ സർ, ഹൗ വാസ് സ്റ്റാർ ജാം? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ തന്നെ നമുക്ക് റിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഓർമ്മകളെ ഒന്ന് ചെകഞ്ഞെടുക്കാൻ ഷാൻ ശ്രമിച്ചു. കുറേയിടത്തൊക്കെ ഞാൻ കൈവിട്ടുപോയി. ഇത്തരം ഇന്ററാക്ഷൻസ് പലപ്പോഴും നമ്മളെ കുറിച്ച് നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ലൈഫിൽ എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അനുഭവം ഷാൻ തന്നതിന് വളരെ നന്ദി. എന്നെക്കുറിച്ച് എന്നോട് തന്നെ ആൻസർ ചോദിക്കേണ്ടി വരിക എന്നുള്ളത് ലൈഫിലെ നല്ല എക്സ്പീരിയൻസ്. ഈ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം സർ ഒരിക്കലും മറക്കില്ല. ഏതായിരിക്കും ആ ചോദ്യം? ഞാനൊരു ജെന്റിൽമാൻ ആണോ എന്നുള്ളത്. തൃശ്ശൂർ പൂരമാണ്. പൂരം, വേല, ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ 1000 കഥകളുണ്ട് സിദ്ദിഖിനും കൂട്ടുകാരൻ ലാലിനും പണ്ടത്തെ കഥകളായിട്ട്. തീർച്ചയായിട്ടും ഒരു കഥ പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യാം. ഒരിക്കലും പറയാത്ത ഒരു പൂരക്കഥ. ഉത്സവ പറമ്പുകളിൽ ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. മിക്സ് പരേഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ, ലാല്, സൈനുദ്ദീൻ ഉത്സവ പറമ്പിൽ എല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. പോകുന്നിടത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ്, വൃത്തികെട്ട സ്മെല്ല്. ഞാനും ലാലും സൈനുദ്ദീനും പറയുന്നുണ്ട്, എന്താണ് എല്ലായിടത്തും സ്മെല്ല്, ഇവർക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൂടെ? സ്റ്റാളുകളിൽ ചെല്ലുമ്പോഴും അവരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവരോട് നമ്മൾ എന്താ ഇവിടെ എല്ലായിടത്തും ഭയങ്കര സ്മെല്ലുണ്ടല്ലോ, എന്താതൊന്ന് ക്ലീൻ ചെയ്തുകൂടെ? ഇങ്ങനെ പറഞ്ഞ അവസാനം എല്ലാം കയറി. അപ്പൊ അവരും പറയും, എന്താണെന്ന് അറിഞ്ഞൂടാ ചേട്ടാ, അല്ലെങ്കിൽ സാറേ ഭയങ്കര മണമുണ്ട് ഇവിടെ, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ആ ഉത്സവപ്പറമ്പ് മൊത്തം ഞങ്ങൾ നടന്നെടുത്ത് എല്ലായിടത്തും വൃത്തികെട്ട സ്മെല്ല്. ഇത്രയും കാശ് മുടക്കി ഈ ഉത്സവം നടത്തുന്ന ഇവർക്ക് ഈ ഗ്രൗണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൂടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ മണവും സഹിച്ച് ഞങ്ങൾ ബസ്സിന്റെ അകത്ത് വന്ന് കയറി വാതിലടച്ചു. അതിനകത്ത് വന്ന് കയറി അതിനകത്തും മണം. അപ്പോഴാണ് നമുക്ക് സംശയം തോന്നിയത്. നോക്കി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 3 പേര് ഇരുന്നിട്ട് ഞാൻ സൈനുദ്ദീൻ്റെ ഷൂ പിടിച്ച് നോക്കുമ്പോൾ സൈനുദ്ദീൻ്റെ ഷൂവിലാണ് ഈ മണത്തിൻ്റെതായ അടിസ്ഥാനം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയിടത്തൊക്കെ മണം ഉണ്ടായത്. ഇത് ഇന്നും ഉത്സവപ്പറമ്പ് കാണുമ്പോൾ ഞാൻ ചിരിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു തമാശയാണ്. അതായത് നമ്മൾ മണവും കൊണ്ടുപോയിട്ട് നമ്മൾ പറയുകയാണ് എല്ലായിടത്തും മണം, നമ്മുടെ കൂടെയാണ് മണമുള്ളതെന്ന്. അതൊരു ഫിലോസഫിയാണ്. നമ്മൾ മിസ്റ്റേക്കാണ്, നമ്മളുടെ കണ്ണിൽ നമ്മൾ തെറ്റാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിറയെ കുശുമ്പാണ്, അസൂയയാണ്, അല്ലെങ്കിൽ വിദ്വേഷമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും അതേ കാണുകയുള്ളൂ. ആരുടെ പ്രവൃത്തിയിലും നമ്മൾ കുറ്റവും നിഷേധവും അസൂയയുമേ കാണുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ദുർഗന്ധമല്ല വേണ്ടത്, നന്മയുടെ സുഗന്ധമാണ്. ഈ ഷോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കതാണ് എല്ലാവരോടും പറയാനുള്ളത്. Thanks a lot, sir. A great message, a great interview, a great person, a great human being. Thank you so much, Shan. Ton കണക്കിന് fun. Ton കണക്കിന് fun.